ബസ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. അല്ലെങ്കിൽ ഈ റൂട്ട് അങ്ങനല്ലേ, ഒരുപാട് താമസം എടുക്കും. നമുക്കൊന്ന് ഓട്ടോയിൽ കയറി പോകായിരുന്നു. ഷെയർ ഇട്ട് പൈസ എടുക്കാമോ ആൻറ്റി? അതാന്ന് തോന്നുന്നു നല്ലത്. നമുക്ക് ഷെയർ ഇട്ട് പൈസ എടുക്കാം. ഓട്ടോ വരും, പിന്നെ ഓട്ടോയിൽ കയറി പോകാം. അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നൂൺ ഷോയും കഴിഞ്ഞ് ഈവനിങ് ഷോ ആകും. ഈവനിങ് ഷോയ്ക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. എന്തായാലും നൂൺ ഷോയ്ക്ക് കയറിയേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന നല്ല സിനിമയാണോ അമ്മേ? എടാ പൊട്ട, അത് നമ്മൾ കണ്ടാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അത് നല്ല സിനിമയാണോ അതോ ചീത്തയാണോ എന്നുള്ളത്. ഇപ്പോഴത്തേക്ക് സിനിമയില്ലയോ, പൊട്ട സിനിമയായിരിക്കും. പണ്ടൊക്കെ എന്ത് നല്ല സിനിമകളായിരുന്നു. ദേ ഓട്ടോ വരുന്നു, കൈ കാണിക്കും. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓട്ടോ നിർത്തി, വേഗം നമുക്ക് എല്ലാവർക്കും കയറാം. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ കാട്ട് റോഡ് വഴി വരേണ്ട കാര്യം? എന്ത് ചെയ്യാനാ ചേച്ചി, മറ്റേ മെയിൻ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ കാട്ട് റോഡ് വഴി വന്നത്. എന്നിട്ട് കാട്ട് റോഡ് വഴി വന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ദേ ഓട്ടോയുടെ ടയറും പോയി. ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും? ഇനി ഈ ഓട്ടോ തള്ളാൻ നിങ്ങളോട് സഹായിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ ആള് കൊള്ളാലോ. ഇനിയിപ്പോ ഓട്ടോ തള്ളാനും ഞങ്ങൾ സഹായിക്കണോ? ഈ കൊച്ചു കൊച്ചുങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഈ ഓട്ടോ തള്ളുന്നത്? അതിന് മനഃപൂർവ്വം ഒന്നും ചെയ്തു തരില്ല ചേച്ചി. ഞാന് ഇതിന് ടയർ പോയതല്ലേ, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ഹെൽപ്പ് ചെയ്യാതെ ഞാൻ എങ്ങനെ ഈ ഓട്ടോയിലോട്ട് പോകും? ചെപ്പാങ്കൂട്ടി നോക്കിയാൽ അടി വെച്ചു തരും കേട്ടോ. അതേ ഈ ഓട്ടോ എടുത്തിട്ടെങ്കിലും പോകാൻ നോക്ക്. ഏത് സമയത്ത് എനിക്ക് ഈ കാട്ട് റോഡ് വഴി വരാൻ തോന്നിയത്? പിള്ളേരെ വേഗം നടക്കാൻ നോക്ക്. ഇപ്പോഴേ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടാകുമ്പോഴെങ്കിലും ആ ടൗണിലെത്തും. ഒരു ഓട്ടോക്കാരൻ വന്നേക്കുന്നു. അയ്യോ നിങ്ങൾ പോവല്ലേ, എന്നെ ഓട്ടോ ഒന്ന് തള്ളിയിട്ട് പോവും. എടോ, ഇയാൾ ഞങ്ങളുടെ അടി വാങ്ങിച്ചിട്ട് ഇരിക്കത്തുള്ളോ? പെണ്ണുങ്ങളുടെ അടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഓട്ടോ തന്നെ അങ്ങ് തള്ളിക്കൊണ്ട് പോകുന്നതാ. നമ്മൾ ഇത്രയും ദൂരം നടന്നത് വെറുതെ ആയല്ലോ. വന്ന് വന്ന് പെട്ടുപോയത് എവിടാ? ദേ പുഴക്കരയില്. പുഴ നീന്തി കിടക്കുമല്ലാതെ വേറെ മാർഗമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ, നമുക്ക് വഴി തെറ്റി പോയതാണോ? പിന്നെ വഴി തെറ്റാന്നോടി ഈ പുഴക്കരയിൽ വന്നിരിക്കും നമ്മള്. ഓട്ടോക്കാരന് തലമണ്ടയ്ക്ക് നോക്കിയാ കൊടുക്കേണ്ടത്. അയ്യോ ദൈവമേ, ചേട്ടനാണെങ്കിലേ ആ തിയേറ്ററിന്റെ അവിടെ നിൽക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ്. നമ്മളപ്പോൾ അങ്ങ് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ചേട്ടൻ ഇപ്പോഴത്തെ കുറേ വിളിച്ച് കാണുമായിരിക്കും. ഫോണൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഞാൻ പുഴ നീന്തട്ടെ അമ്മേ? ഇതേ ചെറുക്കാ, ചുമ്മാ അനാവശ്യം പറയില്ലേ. ഇതെന്തോ പുഴയെ നോക്ക്, ഭയങ്കര ഒഴുക്കാ ഇത്. നീ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അറബിക്കടലേ ചെല്ലത്തുള്ളൂ. ഇവിടെ കുറേ നേരം ഇരിക്കുന്നത് സേഫ് അല്ല. ഈ പിള്ളേരെ അടുത്ത് ചാടും. നമുക്കങ്ങ് മുന്നോട്ട് കയറാം വാ. നമ്മളാകെ പെട്ടുപോയില്ല അമ്മേ. ഇനി ഏത് വഴിക്ക് പോകുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. സമയമാണെങ്കിൽ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് വരുക. ഇപ്പൊ എത്രയായി? വൈകിട്ട് 5 മണിയായി. ഇരുട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിക്ക് പോകും? നിങ്ങൾ രണ്ടുപേരും ഓടിപ്പോവാണോ? ഞങ്ങളെ ആരും പിടിച്ചു കയറ്റുന്നില്ലേ? ഈ ടെൻഷൻ ഇടയ്ക്ക് എല്ലാം അങ്ങ് വിട്ടുപോയി. വാ, കയ്യെ പിടിക്കുവാ. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് സമയത്തിന് വീട്ടിലെത്തണ്ടേ? അമ്മ, എനിക്ക് മൂത്രം ഒഴിക്കണം. ഞാൻ കാട്ടിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. കാട്ടിലൊന്നും ഒഴിക്കണ്ടത്, ഈ സൈഡിലോട്ട് എന്നാൽ മൂത്രം ഒഴിക്കുക. അമ്മ, എന്താ ഇവിടെ ഭയങ്കര വിളക്ക് കത്തുന്നു? വിളക്കോ? എവിടെ നോക്കട്ടെ. വിളക്ക് എന്റെ കാടിന്റെ ഇടയ്ക്കിരിക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നിട്ട് ഞാൻ എടുത്തോണ്ട് വരാം. എന്തിനിപ്പോ വിളക്ക് എടുക്കുന്നേ? അവിടെ നിന്ന് കത്തട്ടെ. നേരെ സന്ധ്യയായിട്ട് വരുമല്ലേ ചേച്ചി, ആ വിളക്ക് നമുക്ക് ഉപകാരപ്പെട്ടാലോ? എന്നാ പിന്നെ അതിങ്ങ് എടുക്ക്. മോനെ, ഒരുപാട് കാട്ടിലോട്ട് കയറല്ലേ, പാമ്പൊക്കെ കാണും. കിട്ടി കിട്ടി, എനിക്ക് കിട്ടി. എന്ത് പാമ്പിനെയോ? അല്ലല്ല, വിളക്ക് കിട്ടി. അയ്യോ, അതാണ് ചിരിക്കുന്ന കേൾക്കുന്നേ. ഈ കുട്ടിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഈ വിളക്കൊക്കെ പോയി എടുക്കാനേ? ഈ വിളക്ക് എടുത്തപ്പോഴാണ് ഈ ചിരി കേൾക്കുന്നത്. അയ്യോ, ഇതെവിടെ നീ വെട്ടം വരുന്നത്? എടാ കുട്ടു, നീ ആ വിളക്കം കൊണ്ട് തിരിച്ചു വെക്ക്. അത് ശരിയാ, നീ എവിടെ ഇരുന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നത്. നീ വെട്ടവും വെളിച്ചവും എന്തൊക്കെയാ കേൾക്കുന്നത്? അയ്യോ, ഈ വിളക്കാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. കയ്യിൽ ഒട്ടിയ പോലെ തോന്നുന്നു. അയ്യോ, അത് വിളക്കാണോ അതോ മെഴുകുതിരിയാണോ? മെഴുകുതിരിയാണെങ്കിൽ പിന്നെ ഈ ഉരുകി പിടിച്ചാന്ന് പറയാം. ഇത് മെഴുകുതിരിയല്ലേ, വിളക്കാ, കണ്ടില്ലേ? അയ്യോ, അയ്യോ, വിളക്കെടുത്തപ്പോ വന്ന് പോകുന്നുണ്ടല്ലോ അത്. നിങ്ങൾ എന്റെ വിളക്കെടുത്തല്ലേ? എത്രയോ വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണെന്നറിയാമോ ഇത്? അതുകൊണ്ട് തന്നെ ഈ വിളക്കിന്റെ എണ്ണ തീരാറായിരിക്കുമായിരുന്നു. തക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഈ വന്ന് വിളക്കെടുത്തത്. എന്റെ ഈ വിളക്കിനുള്ള എണ്ണ നിങ്ങൾ ഒഴിച്ചു തരണം. അതിനു മുമ്പായിട്ട് എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ അതുകൂടി സാധിച്ചു തരണം. എന്റെ 3 ആഗ്രഹങ്ങളല്ല, എന്റെ 3 ആവശ്യങ്ങൾ. നിങ്ങൾ അത് സാധിച്ചു തന്നേ മതിയാകൂ. എന്റെ 3 ആവശ്യങ്ങളും നിങ്ങൾ സാധിച്ചു തന്നാൽ നിങ്ങളുടെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു തരുന്നതായിരിക്കും, അതെത്ര വലിയതാണെങ്കിലും. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ. ഞങ്ങളായി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു തരാം. ഞങ്ങളാണെങ്കിൽ ഈ വിളക്കിലാണെങ്കിൽ എണ്ണ ഒഴിച്ചു തരാം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ ഞങ്ങളോട് പറ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ പാവങ്ങളാ. നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്നല്ലേ പറഞ്ഞത്? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ 10 ഏക്കർ ഭൂമിയും അവിടെ ആണെങ്കിൽ വലിയ വിമാനമൊക്കെ മുറ്റത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു വീടും. വിമാനം സ്വന്തമായിട്ട് വേണം. ഇതാ ഞങ്ങളുടെ ആഗ്രഹം. അമ്മണി, നമ്മുടെ ആഗ്രഹമൊക്കെ പിന്നെ പറയാം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താ പറഞ്ഞോളൂ. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് മാത്രമേ പറയാവൂ. അയ്യോ, എന്റെ കൈ പൊള്ളുന്നു. കൈ പൊള്ളി തുടങ്ങിയല്ലേ?
ഇനിയും കൈ കൂടുതൽ പൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. എത്രയും വേഗം എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചു തരണം. നിങ്ങൾ ആദ്യത്തെ ആഗ്രഹം അതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ എണ്ണയല്ല എൻ്റെ വിളക്കിൽ ഒഴിക്കേണ്ടത്. പുതുമന എന്ന സ്ഥലത്ത് ഒരു വലിയൊരു പന നിപ്പുണ്ട്. ആ പനയുടെ മുകളിൽ നിങ്ങൾ കയറണം. ആ പനയുടെ മുകളിൽ എനിക്ക് പനങ്കായ ഉണ്ട്. ആ പനങ്കായ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടത് ഉണക്കണം. ആ ചാറാണ് ഈ വെള്ളം. ആ വെള്ളം പിന്നെ വെളിച്ചെണ്ണയായിട്ട് മാറും. ആദ്യം നിങ്ങൾ അത് ചെയ്തിട്ട് വാ. അതിനുശേഷം ഞാൻ പിന്നത്തെ ആഗ്രഹം പറയാം. അയ്യോ, ഇപ്പൊ ആ വെട്ടം എവിടെയാ പോയല്ലോ? ഇപ്പൊ ആ വെട്ടം ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ ആ ഭൂതത്തെ കാണാനില്ല, ഭൂതം പോയി. അയ്യോ, നിങ്ങൾ വെറുതെ നോക്കിക്കല്ലേ, വേഗം വാ, എന്റെ കൈ പൊള്ളിയിട്ട് വയ്യ. അയ്യോ, കൈ പൊള്ളുന്നുണ്ടോ പോലെ? ആ വിളക്ക് നീ താത്തു വെക്ക്. അമ്മ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വിളക്ക് താത്തു വെക്കാൻ പറ്റത്തില്ല, എന്റെ കയ്യിൽ ഒട്ടിയിരിക്കും അത്. നമുക്കെന്നാ വേഗം പുതുമനയിലേക്ക് പോകാം. പുതുമനയിലല്ലേ ആ പന നിൽക്കുന്നത്? ആ പനക്കകത്ത് കയറിയിട്ട് നമുക്ക് ആ കായ എടുക്കാം, പനങ്കായ. ആ പനങ്കായ ഇടിച്ച് പിഴിഞ്ഞിട്ട് നമുക്കത് വെള്ളമാക്കണം. ആ വെള്ളം ഇല്ലേ പിന്നെ വെളിച്ചെണ്ണയായിട്ട് മാറുമെന്ന് പറഞ്ഞത്. ആര് കയറും ചേച്ചി ആ പനയുടെ മുകളില്? അതിന് ഞാൻ റെഡി. എനിക്കറിയാം പനയുടെ മുകളിലൊക്കെ കയറാന്. അമ്മയ്ക്കറിയോ പനയുടെ മുകളിലൊക്കെ കയറാന്? വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മോൾ അങ്ങനെ കയറണ്ട. നിങ്ങളുടെ മോനല്ലേ ഈ ആപത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എന്റെ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഞാൻ. ചേച്ചി ഇപ്പൊ കൈ ഒഴിയില്ല ചേച്ചി. എന്ത് ചെയ്യാനാ? എനിക്കറിയത്തില്ല പനയുടെ മുകളിൽ കയറാന്. കിങ്ങിണിക്കറിയാമോ? അയ്യോ, എനിക്കറിയത്തില്ല അമ്മേ മരത്തിന്റെ മുകളിലൊന്നും കയറാന്. അമ്മയ്ക്കാണെങ്കിൽ മരത്തിന്റെ മുകളിലൊക്കെ കയറി നല്ല ശീലമുള്ളതാ. എന്ന് വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ അങ്ങനെ വിടാൻ പറ്റുമോ? അങ്ങനെ പോകാൻ സമ്മതിക്കത്തില്ല ഞാൻ. എന്നാ പിന്നെ ഒരു ഡിമാൻഡ് ഞാൻ പറയട്ടെ. എന്താ? എന്ത് വേണമെങ്കിലും പറയാം അമ്മണി. ആ ഭൂതം പറഞ്ഞില്ലേ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു തരുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ആഗ്രഹം. 10 ഏക്കർ സ്ഥലത്താണെങ്കിൽ വലിയ വീടും പിന്നെ മുറ്റത്താണെങ്കിൽ വിമാനം കിടക്കണം. ഇങ്ങനത്തേക്കുള്ള ആഗ്രഹം ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതെനിക്ക് സാധിച്ചു തരണം. അയ്യോ, അതിനൊരു കുഴപ്പമില്ല അമ്മണി. നീ തന്നെ നിന്റെ ആഗ്രഹം പറഞ്ഞു. ഞാൻ ഭൂതം നിനക്ക് സാധിച്ചു തരും. അതേ മോളെ, ഞങ്ങൾക്കാണെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുട്ടുമോന്റെ ജീവൻ ഞങ്ങൾക്ക് വലുത്. അവന്റെ കൈ പൊള്ളി തുടങ്ങി. അല്ലാതെ ഇനി വേറൊരു മാർഗവും ഇല്ല. മോളെന്തായാലും മരത്തിന്റെ മുകളിൽ കയറ്. എന്നിട്ട് മോളുടെ ആഗ്രഹങ്ങൾ ആ ഭൂത്തോട് പറഞ്ഞാൽ മതി. ആ, എന്നാലും ഓക്കെ. വാ, പുതുമനയിലോട്ട് പോകാം. ഏത് സമയത്താണോ ഈ വിളക്കെടുക്കാൻ തോന്നിയത്? ഇതായിരിക്കും ആ പന. പുതുമനയിൽ നമ്മൾ ഈ ഒരു പന മാത്രമല്ലേ കണ്ടുള്ളൂ. ആ, ഈ ഒരു പന മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. വരുന്ന വഴിക്ക് വേറെ പനയൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. അമ്മണി നീ ധൈര്യമായിട്ട് കയറടി. ഓ, എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, 10 ഏക്കറും ഒരു വിമാനവും എല്ലാം എനിക്ക് കിട്ടണേ. സൂക്ഷിച്ചു കയറണേ മോളെ. എന്നാലും അമ്മണി ചേച്ചി എന്തായാലും മരം കയറാൻ പഠിച്ചത് എന്തായാലും പ്രയോജനമല്ലോ. അതിനകത്ത് കാന്നിപ്പുണ്ടോ മോളെ? പനങ്ക അതിനകത്തുണ്ടോ അമ്മണി? പനങ്ക അതിനകത്ത് നിറയെ നിപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഉരുത്തി താഴെ ഇട്ടുതരാം. താഴെ വീണോ നോക്കിയേ. 1-2 വീണ് കാണും. ആ, 2-3 വീണ് മോളെ. ഇനി കുറച്ചുകൂടി ഇട്. സൂക്ഷിച്ചിരുന്നോ മോളെ, പിടിച്ചിരിക്കേ. വീണോ? ആ, മതി മതി, ഇത്ര മതി. കുറെ കിട്ടി. അമ്മ, നമുക്കിതെല്ലാം പറക്കി എടുക്കാം. അമ്മണി മതി കേട്ടോ, ഇനി ഇറങ്ങിക്കോ മോളെ. സൂക്ഷിച്ചു വേണം കേട്ടോ, പിടിച്ചിറങ്ങ്. അയ്യോ, താഴെ എത്തി അങ്ങനെ. മോളെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഒരു കുഴപ്പമില്ല. മോളെ അതിന് എടുത്തോണ്ട് വാ, നമുക്ക് ഇടിച്ചു പിഴിഞ്ഞ് ചാറാക്കാം. എവിടെ ചാറ് കിട്ടിയോ എന്റെ? ആ, കിട്ടി ചേച്ചി, ചാറ് കിട്ടി. ഇത് ഇനി 5 മിനിറ്റ് വെയിലത്തിരിക്കട്ടെ. അപ്പോഴത്തേക്ക് അത് എണ്ണയായിട്ട് മാറും. ഓ, എത്രയും പെട്ടെന്ന് ആ എണ്ണയൊന്നും കൊണ്ട് ഇങ്ങോട്ട് ഒഴിക്ക്. എന്റെ കൈയാണെങ്കിൽ പൊള്ളിയിട്ട് വയ്യ. ഇപ്പൊ കൊണ്ടുവരാടാ. ആ, എണ്ണയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ആദ്യം ചാറായിരുന്നു. ഇത് ഇപ്പം വെയിലുണ്ടപ്പോഴത്തേക്ക് ഇത് എണ്ണയായിട്ട് മാറുന്നു. എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നടാ. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടോ? ഓ, എണ്ണ വെച്ചപ്പോഴത്തേക്ക് ആ വിളക്കെങ്കിൽ ഇത്തിരി ഒന്ന് തണുപ്പായി. മറ്റാണെങ്കിൽ ചുട്ടുപൊള്ളു വരുന്നു. ഇപ്പൊ ആണെങ്കിൽ വിളക്കങ്ങ് തണുത്ത്. അയ്യോ, ആ ഭൂതം വീണ്ടും വന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എണ്ണ വെച്ചല്ലോ. അങ്ങനെ നിങ്ങൾ എന്റെ ഒരാഗ്രഹം നിറവേറ്റി. നിങ്ങൾ എന്റെ ഒരാവശ്യം നിങ്ങൾ സാധിച്ചു തന്നു. അങ്ങനെ എന്റെ വിളക്കിനകത്ത് നിങ്ങൾ എണ്ണ ഒഴിച്ചു തന്നു. അങ്ങനെ എന്റെ ഒരാഗ്രഹം നിങ്ങൾ എന്തായാലും സാധിച്ചു തന്നു. ഇനി അടുത്ത ആവശ്യം എന്താന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് കാട്ടുപാറയിലേക്ക്. അത് വലിയൊരു പാറയത്, കാട്ടുപാറ. ആ കാട്ടുപാറയുടെ ഏറ്റവും മുകളിൽ നിങ്ങൾ കയറിയിട്ട് ഈ വിളക്ക് അവിടെ സ്ഥാപിക്കണം. ഈ വിളക്ക് അവിടെ സ്ഥാപിച്ചതിന് ശേഷം ഞാൻ അടുത്ത ആവശ്യം പറയാം. എന്റെ ദൈവമേ, കാട്ടുപാറയോ? അതെവിടെ കാട്ടുപാറ? കാട്ടുപാറ കയറാനോ? അതൊക്കെ ഞാൻ കയറിക്കോളാം പാറപ്പുറത്ത്. വേണ്ട ഇങ്ങനെ, നീ എന്താ ഈ മരത്തെ കയറി? ഇനി പാറപ്പുറത്തൊന്നും കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, നിങ്ങളൊരു കാര്യം ഓർത്തില്ലേ? ഈ പാറപ്പുറത്ത് കയറാൻ പറഞ്ഞത് ഈ വിളക്ക് അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിട്ടല്ലയോ? ഈ വിളക്ക് എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ അമ്മണി അവിടെ പോകും? അയ്യോ, അത് ശരിയാണല്ലോ. കുട്ടുവിന്റെ കയ്യിലാണെങ്കിൽ ഈ വിളക്കാണെങ്കിൽ നമുക്ക് കടത്തി മാറ്റാൻ പറ്റത്തില്ല. അവന്റെ കയ്യിലാണെങ്കിൽ ഈ വിളക്ക് ഒട്ടിയിരിക്കുക. അപ്പൊ കുട്ടു തന്നെ അവിടെ കയറേണ്ടി വരും പാറപ്പുറത്ത്. അയ്യോ, കുട്ടു നീ എങ്ങനെ കയറുവിടെ പാറപ്പുറത്ത്? അതോ ഈ വിളക്കും കയ്യിൽ പിടിച്ചോണ്ട്? അത് കുഴപ്പമില്ല ആന്റി. ആ ഭൂതം പറഞ്ഞത് എന്തായാലും ആ പാറപ്പുറത്ത് ഈ വിളക്ക് വെക്കണമെന്നല്ലേ പറഞ്ഞത്. കുട്ടു തന്നെ കയറി വെക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടുവിന്റെ കൂടെ നമുക്കും ആ പാറപ്പുറത്ത് കയറാം. ആ, അത് ശരി അമ്മണി, അത് നല്ല ഐഡിയ. നമുക്ക് കൂടെ കയറാം. കുട്ടുവിന്റെ നമുക്ക് എല്ലാവർക്കും കയ്യെ പിടിച്ചോണ്ട് കയറ്റിയാൽ മതിയല്ലോ. ആ,
അയ്യോ പാറപ്പുറത്തൊക്കെ ഞാൻ ഇനി എങ്ങനെ എന്ന് കയറും? എനിക്ക് ഈ വള്ളവും വെച്ചോണ്ട് ഞാൻ എങ്ങനെ പാറപ്പുറത്ത് കയറും? ആ ചേച്ചിക്ക് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ മൂന്നുപേരും പോകാം കുട്ടിന്റെ കൂടെ. അമ്മേ വേഗം വാ അമ്മേ, എന്റെ കൈ വീണ്ടും പൊള്ളി തുടങ്ങി. ചെറുക്കന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ ഈ പാറയുടെ മുകളിൽ എങ്ങനെ കയറും? അത്ര വലിപ്പമില്ലേ ചേച്ചി, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ച് കയറ്റാവനെ. അയ്യോ നിങ്ങളാരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്റെ കയ്യിരുന്ന് ഈ വിളക്കാണെങ്കിൽ വേറൊരു വിളക്കായിട്ട് മാറി. അതെങ്ങനെയാ? ആ അതിന്റെ കാര്യമൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും വിളക്ക് കൊണ്ട് മോളി വെക്കാനല്ലേ പറഞ്ഞത്? നിന്റെ കയ്യിരുന്ന് വിളക്ക് തന്നെയല്ലയോ? ആ ഇനി വേറെ വിളക്കൊന്നും ഇല്ലല്ലോ. പഴയ വിളക്ക് നമ്മൾ ഇനി അവിടെ പോയി തപ്പും. നീ ഈ വിളക്ക് തന്നെ അങ്ങോട്ട് മോളി വെക്ക്. ഈ വിളക്ക് ചെറുതായത് എന്താണെന്നറിയോ? ഈ പാറയുടെ മുകളിൽ വെക്കാനുള്ള സൗകര്യത്തിനായിരിക്കും. എന്തായാലും മോൻ പെട്ടെന്ന് കയറാൻ നോക്ക്. ഇങ്ങനെ നീ അപ്പുറത്തെ സൈഡിൽ പോയി അവനെ താങ്ങി പിടിക്കും. ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടനെ താങ്ങാം. അമ്മ എനിക്ക് ആ വിളക്കൂടെ താങ്ങി പിടിച്ചോ. ഓ എന്തിനു വെയിറ്റ് വിളക്ക് പൊക്കാൻ പറ്റുന്നില്ല. അയ്യോ ശരിയാണല്ലോ, എന്ത് വെയിറ്റ് ചെയ്ത്? എത്ര കിലോ കാണോ? ഒരു 100 കിലോയുടെ വെയിറ്റ് ഉണ്ടല്ലോ ഇത്. ഓ ഇപ്പഴല്ലേ കാര്യം പിടികെട്ടിയത്? വെറുതെ അല്ലേ ആ വിളക്ക് മാറി ഈ വിളക്കായത്. ഇത് നമുക്കുള്ള പണിഷ്മെന്റ് ആയത്. എടാ മറ്റേ വിളക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നടാ? ഏയ് മറ്റേ വിളക്കിന് പൂ പോലെ ഇരുന്നത്. ഇതാണ് നല്ല വെയിറ്റ് ഉള്ള വിളക്ക്. അപ്പൊ പാറയുടെ മുകളിലോട്ട് ഈ വിളക്ക് കൊണ്ട് കയറണമെങ്കിൽ അതൊരു ടാസ്ക് തന്നെ. അതുകൊണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ഉള്ള വിളക്ക് തന്നത്. എന്തായാലും പെട്ടെന്ന് കയറുമോനെ. ഓ പിടികിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നിങ്ങളെ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അങ്ങോട്ടങ്ങനെ വന്നാൽ പെട്ടെന്ന് താഴെ വീഴും. വേണ്ട ചേച്ചി വരണ്ട. ഇത്രയും വരെ എന്തായാലും കയറാൻ പറ്റിയല്ലോ. ഇനിയിപ്പോ ഞാനും ഇറങ്ങട്ടെ. അമ്മ ഇപ്പഴേ ഇറങ്ങല്ലേ, ഒരു താങ്ങ് ഞങ്ങൾക്ക് താഴെ വേണം. അതുകൊണ്ടാ. ഓ ആശ്വാസമായി, വിളക്ക് എന്തായാലും ഇവിടെ വെക്കാൻ പറ്റിയല്ലോ. അമ്മ ഞങ്ങളല്ലേ ഇനി താഴെ ഇറങ്ങട്ടെ. എന്റെ അടുത്ത ആവശ്യം നിങ്ങളെ നിറവേറ്റി തന്നു. ഈ കാട്ടുപാറയുടെ മുകളിൽ ഈ വിളക്ക് നിങ്ങൾ കൊണ്ടുവച്ചല്ലോ. ഇനി ഒരാവശ്യം കൂടെ ഉണ്ട് എനിക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നെല്ലിയാമ്പുഴയിൽ പോണം. ആ പുഴയുടെ അടിയിലാണ് ഈ ശംഖുണ്ട്. ആ ശംഖ് എടുത്തുകൊണ്ട് വന്ന് ഈ വിളക്കിന്റെ അടുത്ത് വെക്കണം. അത്ര തന്നെ. അടുത്ത പണി കിട്ടിയല്ലോ മക്കളെ. അയ്യോ ഇനി ആര് പുഴയിൽ പോയി ശംഖ് എടുക്കും? കിങ്ങിണി ചേച്ചിക്ക് അത്യാവശ്യം നീന്തലൊക്കെ അറിയാലോ, ചേച്ചി തന്നെ പോ. പറഞ്ഞതല്ലേ കിങ്ങിണി ഒറ്റ ഓട്ടം. നീന്തലൊക്കെ അറിയാവോ കിങ്ങിണിക്ക്? എനിക്ക് അത്യാവശ്യം നീന്തലൊക്കെ അറിയാം ആന്റി. ഞാൻ ഒന്ന് പോയിട്ട് വരാം. മോളെ പുഴയിൽ പോകുമ്പോ സൂക്ഷിച്ചു വേണേ. നീന്തലറിയാമെങ്കിൽ പുഴയിലാണെങ്കിൽ ഒഴുക്കുണ്ടെങ്കിൽ പെട്ടുപോകും. പേടിക്കണ്ട അമ്മേ, എനിക്ക് നന്നായിട്ട് നീന്തലറിയാം. ഞാൻ കൊണ്ടുവരാം എന്തായാലും ശംഖ്. നീന്തലറിയാമെങ്കിൽ എനിക്ക് പേടിയാവുന്നു പുഴയിൽ ഇറങ്ങാൻ. നല്ല ഒഴുക്കുണ്ടെന്നാ തോന്നുന്നത്. മീനൊക്കെ ചാടുന്ന കണ്ടില്ലേ? എന്തായാലും എനിക്ക് നീന്തലറിയാലോ. ഞാൻ എന്തായാലും ഈ പുഴയടി എന്തായാലും ആ ശംഖ് എടുത്തോണ്ടേ പോവുള്ളൂ. എന്റെ അനിയനെ രക്ഷിക്കേണ്ടതല്ലേ? അനിയന് മാത്രമല്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ആപത്താ. ആ ഭൂതം ഞങ്ങളെ മൊത്തം പിടിച്ചു തരും. ശംഖ് കിട്ടിയല്ലോ, എത്രയും പെട്ടെന്ന് ഇതുകൊണ്ട് പോവാം. എന്നാലും മോളെ നീ എങ്ങനെ ഈ ശംഖ് പോയി പുഴയിൽ എടുത്തോണ്ട് വന്ന്? എനിക്ക് പിന്നെ നീന്തൽ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നമ്മേ. ഞാനെങ്കിൽ പെട്ടെന്ന് ഒറ്റ ചാട്ടം ചാടിയിട്ടാണെങ്കിൽ നോക്കിയപ്പോൾ കണ്ണു തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ശംഖ് കണ്ട്. പെട്ടെന്ന് ആ ശംഖ് എടുത്തോണ്ടെങ്കിൽ കയറി. ഓ എന്തായാലും ആ ഭൂതത്തിന്റെ മൂന്നാമത്തെ ആവശ്യം നമ്മൾ എന്തായാലും സാധിച്ചു കൊടുത്ത്. ഇനി എന്തായാലും നമ്മൾ രക്ഷപ്പെട്ട്. അയ്യോ ദേ മഴ പെയ്യുന്നു. മഴ പെയ്തിട്ട് ദേ ആ വിളക്ക് അണയുന്നില്ല കേട്ടോ. അമ്മ ഞാൻ പോയി വേഗം ആ വിളക്കിന്റെ അടുത്ത് ശംഖ് കൊണ്ട് വെക്കട്ടെ. ആ വേഗം കൊണ്ട് വെക്കും മോളെ. മഴ കനക്കുന്നതിന് മുമ്പ് വേഗം കൊണ്ട് ശംഖ് അവിടെ കൊണ്ട് വെക്കും. ഓ ഭാഗ്യം രക്ഷപ്പെട്ട്. നമ്മൾ ആ ഭൂതം പറഞ്ഞ് 3 കാര്യം ചെയ്തു കഴിഞ്ഞല്ലോ. ആ ഭൂതം ഇപ്പൊ വന്നിട്ട് നമുക്ക് ഏക്കർ കണക്കിന് ഭൂമിയൊക്കെ തരുമായിരിക്കും. ആ അത് ശരിയാ, ഇപ്പൊ വരുന്നല്ലേ ഭൂതം. ഓ അങ്ങനെ ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ എന്നൊരു ഏക്കർ കണക്കിന് ഭൂമി കിട്ടുമല്ലോ. നമ്മൾ ആ ഭൂതത്തെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഇതുവരെ ഭൂതം വന്നില്ലല്ലോ. ആ ഭൂതത്തിന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ഓടി വന്ന്. അത് തന്നെ, ഇപ്പൊ നമ്മുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് ഭൂതത്തെ കാണാനില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ ആ ഭൂതം പറ്റിച്ചതാണെന്ന്. ആ ഭൂതത്തിന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂതം പമ്പാണെന്ന് തോന്നുന്നു. ശരിയാ മോളെ, നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ ഇരുന്ന് മഴ നനയുന്നത്? നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. ശരിയാ, വാ എല്ലാരും വാ, നമുക്ക് വീട്ടിൽ പോവാം.